ഗൈസ് വാട്സ്ആപ്പ് ഗൈസ്, അങ്ങനെ കഴിഞ്ഞ ഫോണിൽ പൂച്ച കടിച്ച സ്ഥിതിക്ക് ഉമ്മാക്ക് ഞാൻ പണിഷ്മെന്റ് ആയിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ഫോണാണ് മേടിച്ചു കൊടുക്കാൻ പോകുന്നത്. തള്ളെങ്ങാണ്. ഹലോ മാഡം. പിന്നെ തോന്നുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ പൂച്ച ഒന്ന് കഴിക്കാൻ. നിങ്ങൾ വേണം നോക്കേണ്ടത്. കൊള്ളാം. നിങ്ങളാണ് പൂച്ചക്കാണ് ബുദ്ധിയുള്ളത്. എപ്പോ കഴിച്ചത് എനിക്ക് അറിയില്ല. നിങ്ങൾ നാളെ മറ്റന്നാളൊക്കെ എടുക്കുവാടേ ഫോൺ. ഇതെങ്ങനെ ഇതൊന്ന് കൊണ്ടുപോകാൻ മോനെ. ഇതിന് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് മീൻ പെട്ടെന്ന് ഒരു കത്തി ഉണ്ടാവണം, അതൊന്നും കൊണ്ടുവർത്താണ്. ഞാൻ നഖം വെട്ടിയ ദിവസം തന്നെ എന്നെ ആയിരുന്നു. കത്തി വന്നു, ഇറച്ചി വിടുന്ന കത്തി ഉണ്ടോന്നു. കത്തി ഇറച്ചി വെട്ടണ കത്തി. അൺബോക്സിംഗ്. നിങ്ങൾക്ക് ഇനി മേലെ ഇത് ചെയ്തിട്ട് കൊടുത്താ ഇത് എടുത്താ അവിടെ കൊണ്ട് വെയ്. ഇനിയിപ്പോ അതുകൊണ്ട് തറ ഇടാനായിട്ട് പൊക്കി പൊക്കി പുഷ് ടേക്ക് ഹോൾഡ്. പൂച്ച ഇസ് കമ്മിങ്. എടുക്കരുത്, പൊക്കി. ഇവരെ ടെൻഷൻ അടിപ്പിച്ച് മിക്കാതെ അൺബോക്സിംഗ് അല്ല, ഫോണിന് സ്ലോ മോഷൻ അൺബോക്സിംഗ്. അതൊക്കെ ബാക്കിൽ നിന്ന് അങ്ങനെ മടക്കി. ഓ മൈ ഗോഡ്, ഐ വിൽ ബസ്റ്റ് ഐ. നമ്മൾ ഉമ്മാക്ക് മോട്ടോറോള റേസർ 40 അൾട്ര മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ്ടേ നല്ല ലാഭമാണ്. ബിക്കോസ് 1 ലക്ഷം രൂപ എടുത്തിട്ട് പുതിയ Z Flip 6 മേടിക്കാനെ കാട്ടിലും കഴിഞ്ഞ വർഷം ഇറങ്ങിയ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ ഈ കാണുന്ന സാധനം. ഇതിലും തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ചും കൂടെ സുഖമായിട്ട് തുറക്കാൻ പറ്റും. ഇവിടെ ഇത് ഭയങ്കര സുഖമാണ്. ഇതിൻ്റെ തുറക്കലും അടയ്ക്കലും കുറച്ചും കൂടെ രസമാണ്. കുറച്ചും കൂടെ നല്ല രസമാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. നെക്സ്റ്റ് മേബി ലേറ്റർ നമുക്ക് ഇതാണ്ട ഫ്രണ്ടിൽ ഡിസ്പ്ലേ വരുന്നുണ്ടോ. നമ്മൾ ഇപ്പോഴത്തെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കറുത്ത ഈ ഒരു സ്ഥലമല്ലേ, ഇതും കൂടെ അവർ ഡിസ്പ്ലേ ആക്കി. പിന്നെ 8th Gen 3 ആണ് വരുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് ചേഞ്ചസ് മാത്രമേ ഈ പറയുന്ന ഈ വർഷത്തെ ഫോണുകളിൽ ഉള്ളൂ. ഈ പറയുന്ന Z Flip 6 ആയിക്കോട്ടെ, അതേപോലെ മോട്ടോറോള റേസർ 50 അൾട്ര ആയിക്കോട്ടെ, വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ 65,000 രൂപയ്ക്കാണ് ഞാൻ നമ്മുടെ IT നെറ്റിൽ നിന്ന് പൊക്കിയത്. അവിടെ 2 സെറ്റും കൂടെ ഉണ്ട് കേട്ടോ. 2 3 ഫോണും കൂടെ ഉള്ളൂ. പിന്നെ IT നെറ്റിനെ പറ്റി പറയാനാണെങ്കിൽ എറണാകുളത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഓൺലൈനിൽ തന്നെ മോട്ടോറോള ഡിവൈസ് മേടിക്കണമെന്നില്ല. അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റോക്കാണ്. അവിടെ അതുണ്ട്, നത്തിങ് ഉണ്ട്, സാംസങ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ആപ്പിളിൻ്റെയൊക്കെ ലാപ്ടോപ്പ് എടുക്കുക ഏറ്റവും ലാഭകരം അങ്ങോട്ട് പോകണതാണ്. അപ്പോൾ എന്തിനാണെങ്കിലും ഞാൻ അവിടെ പോയപ്പോൾ ഈ സാധനം എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണം. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കേട്ടോ. നമ്മൾ ബാക്കിലോട്ടൊക്കെ പോകാനൊക്കെ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. വെരി നൈസ് ഫോൺ ടു ബി ഓണസ്റ്റ്. സത്യം പറഞ്ഞാൽ 65,000-ന് ഞാൻ ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാൾപേപ്പറുമായിട്ട് മാച്ചിങ് കൊള്ളാം. മറ്റേ മജന്തയാണ് നമ്മൾ എടുത്തേക്കണത്. അത് മാത്രമല്ല Z Flipലൊന്നും ഇല്ലാത്ത വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. കാണിച്ചില്ല, പെട്ടിയിനകത്താണ്. പെട്ടിയിനകത്ത് ഒന്ന് ഇതിൻ്റെ അകത്ത് കേസുണ്ട്. പിന്നെ അതാണ്ട് ചാർജർ ഇൻസൈഡ് ദ ബോക്സ്. ഇതിന് മാത്രമേ ഉള്ളൂ, മറ്റേനൊന്നും ഇല്ല. ചാർജർ സെപ്പറേറ്റ് മേടിക്കണം. ഇത് പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ് ടു ഇത് കൊടുത്തിരിക്കണം എത്രയുടെ 33 വാട്ട്. 33 വാട്ടിൻ്റെ ചാർജിങ്ങാണ് പറഞ്ഞത്. മറ്റേ 25 വാട്ടാണ്. 25 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഉള്ളൂ. മോട്ടോറുള്ള പെട്ടി നിറച്ച് മണമായിട്ട് നടക്കുകയാണെന്ന് തോന്നട്ടെ. കൊള്ളാം. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു കേസുണ്ട്. കണ്ടില്ലേ, കേസ്. ഫോൺ കേസ് ഓൾസോ ദേ ഗിവ് us ഫ്രീ ട്രാൻസ്പാരൻറ്റ് കേസ്. ഇതാ. അപ്പോൾ എന്തിനു കൊണ്ടും ഇത് മേടിക്കണേടെ ലാഭം. സ്റ്റൈലിലൊക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തിരികെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ എന്തിനാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് മോട്ടോറോള റേസർ എടുക്കണമെങ്കിൽ നേരെ അങ്ങോട്ട് പോകട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഉമ്മ എന്തിനായാലും ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഉമ്മക്ക് തുറക്കുക അടയ്ക്കുക തുറക്കുക, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട. ഇത് കൊള്ളാം. ഫ്രണ്ടിൽ ക്യാമറയൊക്കെ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാം, ഗെയിം വരെ കളിക്കാം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട്. എന്തിട്ടത് ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ നാവിഗേറ്റ് ചെയ്യാം. നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടാം. ഗെയിം ഇടാം, കലണ്ടർ, വെതർ, പാട്ട്, ഡയലി, ഫോട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ വരുമെന്ന് തോന്നുന്നു കേട്ടോ. വന്നു കണ്ട ഫോട്ടോകൾ വന്നണ്ട സെറ്റ്. ബാറ്ററി ഈസ് റണ്ണിങ് ലോ, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും വിഷയമേ അല്ല. കണ്ട സെറ്റ് ഫോട്ടോ എടുക്കാം.
ഇങ്ങനെ തിരിക്കണം കേട്ടോ. ഇതിൻ്റെ കണ്ണ് ഇവിടെയാണ് ഇരിക്കണം, മറ്റേ ക്യാമറയുടെ കണ്ണ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് സെൽഫിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കുക, കാണുക. സീ ഗൈസ് ഹൗ ബ്യൂട്ടിഫുൾ ഐ ലുക്ക്. ഒരിക്കലും നമുക്ക് സി ഫ്ലിപ്പിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് പിക്ചേഴ്സ് ഒന്നും ഇവിടെ കിട്ടത്തില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ദ ഇത്. സോ യാ, സാധനം കൊള്ളാം, പറയാനുള്ളൂ.